എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ റൗണ്ട് കോളറിന്റെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയലാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, അതിൽ ഞാൻ ഈ റൗണ്ട് കോളറും സാധാരണ കോളറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഡ്രോയിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നോക്കുക, നമ്മൾ ഇതിന്റെ സൈസുകൾ അങ്ങനെ മാറ്റി മാറ്റി ചെയ്യാന്നുള്ളതാണ് ഇതിൽ മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ നോക്കുക, ഇതുണ്ട് റൗണ്ട് കോളറിന്റെ ഷേപ്പ് എങ്ങനെയാണ് ഇരിക്കുക. ഇത് കഴുത്തിന് താഴെ അമർന്നിരിക്കുകയാണ് ചെയ്യുക. മറ്റേ സാധാരണ കോളറാണെങ്കിൽ പൊങ്ങിയിരിക്കും, പക്ഷെ റൗണ്ട് കോളർ നമ്മുടെ കഴുത്തിൽ പതിഞ്ഞിരിക്കും. അതാണ് ഈ റൗണ്ട് കോളറും സാധാരണ കോളറും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. അപ്പോ സാധാരണ കോളറാണെങ്കിൽ നമുക്ക് കഴുത്തിൽ അത് ഉയർന്നാണ് നിൽക്കുക. അപ്പൊ ഇത് നോക്കുക, ഇതിൽ ഞാൻ അതിന്റെ പാറ്റേൺ വരച്ചിട്ടുണ്ട്. ഈ പാറ്റേൺ ചെയ്യുന്ന രീതികളാണ് ഞാൻ ഇപ്പോൾ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിന്റെ ലെഫ്റ്റ് സൈഡും അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് ആ വരയും ഉള്ള നീളം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ രണ്ട് വരകളുടെയും നീളം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് കോളർ തന്നെ അഡ്ജസ്റ്റ് ആയി മാറും. അപ്പൊ നോക്കുക, അതിൽ നോക്കുക, സ്മോള്, മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, അങ്ങനെ 4 സൈസാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് നോക്കുക, ഈ പാറ്റേൺ ഞാൻ വരച്ചിട്ടുള്ളത് മീഡിയം ലാർജിന്റെ സൈസാണ്. മീഡിയം ലാർജിന്റെ സൈസാണ് ഞാൻ വരച്ചിട്ടുള്ളത്. 3.25 എന്നുള്ള ആ ഒരു കണക്കിൽ വരച്ചിട്ടുള്ളത്. അതുപോലെ ഈ ആദ്യം എഴുതിയിട്ടുള്ള ആ 2.5, 2.75 എന്നുള്ള കണക്കുകൾ നോക്കുക, അത് നമ്മൾ സാധാരണ നെക്കിന് വെക്കുന്ന കണക്കാണ്. അപ്പൊ നോക്കുക, ഇതിന് ഞാൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്, നമ്മള് മീഡിയം ലാർജ് സൈസിന്റെ ഒരു പാറ്റേൺ ആണ് ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ നോക്കുക, 3.4 ഇഞ്ച് ലെഫ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ നേരെ ഇരട്ടിയാണ് മുകളിൽ നമ്മൾ കൊടുക്കുന്നത്, 6 ഇഞ്ച്. അപ്പോ ഇത് എന്നിട്ടൊരു സ്ക്വയർ ഷേപ്പ് വരച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഷേപ്പ് കിട്ടും. ഈ കോളർ മാത്രം ചെയ്യുന്ന വേറെ ട്യൂട്ടോറിയൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൽ നിന്നും നിങ്ങൾക്ക് പലർക്കും മനസ്സിലാകാത്തത് കൊണ്ടാണ് ഞാൻ ഇത് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ശ്രദ്ധിക്കും, ഞാൻ ഈ മോൾ ഭാഗത്ത് ഒരു ലെഫ്റ്റ് സൈഡിലത്തെ വര മാറ്റുന്നത് പോലെ തന്നെ ഞാൻ മോൾ ഭാഗത്തെ ആ വരയും മാറ്റാൻ വേണ്ടിയിട്ട് അവിടുത്തെ മാർക്കിങ്ങുകളും കൂടിയാണ് ഇപ്പൊ ഇവിടെ എഴുതാൻ പോകുന്നത്. നോക്കുക, അപ്പൊ ഇതേപോലെ തന്നെ ഈ റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുള്ള ഇത് മാറ്റുമ്പോൾ അതേപോലെ തന്നെ ഈ മോൾ ഭാഗത്തും മാറ്റുക. അപ്പൊ അത് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് കോളറിന്റെ സൈസ് കിട്ടും. ഇനി ഞാൻ അതിന്റെ സൈസുകളാണ് എഴുതുന്നത്. അപ്പൊ ആ മോൾ ഭാഗത്ത് വര ശ്രദ്ധിക്കുക, ആ 6.5 എന്ന് എഴുതിയിട്ടുള്ള വര നമ്മൾ മാറ്റേണ്ട രീതിയാണ് ഞാൻ അതിൽ പറയുന്നത്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഇതുപോലെ തന്നെ 2 സൈഡും നിങ്ങൾ മാർക്ക് ചെയ്ത് ഇതുപോലെ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കോളർ കറക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിന്റെ ഒരു 4 ഇഞ്ചിന്റെ വര ഞാൻ ഇപ്പുറത്ത് വരച്ചിട്ടുണ്ട്. അത് എല്ലാത്തിലും അതുപോലെ തന്നെ വരയ്ക്കണം. നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ഒരു 4 ഇഞ്ചിന്റെ ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാം, അത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യണം. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളറിന്റെ സൈസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കാണാം. പിന്നെ ഞാൻ ഈ കോളർ കട്ട് ചെയ്തെടുക്കുന്നത് മുന്നേ കാണിച്ചിട്ടുള്ളതാണ്, എന്നിരുന്നാലും അതൊന്നുകൂടി ഞാൻ കാണിക്കുകയാണ്. അതിൽ നിങ്ങൾക്ക് എല്ലാം കൂടി ഒരു വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരുവിധം ഡൗട്ടുകളൊക്കെ ക്ലിയർ ആവും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് ഞാൻ മീഡിയം ലാർജ് എന്നുള്ള സൈസിലേക്കുള്ള ഇതാണ് ചെയ്തിട്ടുള്ളത്. അതായത് 3.25ഉം 6.5ഉം എന്ന കണക്കിലുള്ള ഒരു കോളറാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പൊ അത് നോക്കുക, ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നോട് കറക്റ്റ് ആയിട്ട് നോക്കുക. 3.25 ആദ്യം മാർക്ക് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഒരു 4 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്യണം. അത് ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾ എല്ലാത്തിലും ഇത് ചെയ്തിരിക്കണം. ഏത് സൈസൊക്കെ ചെയ്യുകയാണെങ്കിലും ഈ 4 ഇഞ്ചിന്റെ മാർക്കിങ് അവിടെ ചെയ്തിട്ടുണ്ടാവണം. അത് ഈ ഒരു സൈഡിൽ മാത്രമേ ചെയ്യണ്ടോ, അതും ശ്രദ്ധിക്കുക. മറ്റേ സൈഡിൽ നമ്മൾ 3.25ന്റെ വര മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ 3.25ന്റെ മാർക്കിങ് 2 സൈഡിലും ചെയ്തു. ഒരു സൈഡിൽ 4 ഇഞ്ച് കയറ്റി വരച്ചു. അത് കഴിഞ്ഞിട്ട് ഇത് ആദ്യം 3.25 തന്നെ ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ടോട്ടല് 6.5 ഇവിടെ മാർക്ക് ചെയ്യുന്നു. കോളർ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള പണിയാണ്. അത് ഒന്ന് വളരെ സൂക്ഷിച്ചും ചെയ്യണം. പ്രത്യേകിച്ച് ഈ കോളർ നിങ്ങൾ കുറച്ച് കാര്യമായിട്ട് സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ അത് ശരിയാവില്ല. കാരണം അതിന്റെ ഷേപ്പ് അങ്ങനത്തെ ആയതുകൊണ്ടാണ്. അത് സാധാരണ കോളർ ചെയ്യുന്നതിനേക്കാളും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് റൗണ്ട് കോളർ. കാരണം അതിന്റെ കുറച്ച് ഭാഗം നമുക്ക് ഒരു ക്രോസ് കട്ടിങ് പാർട്ട് വരുമ്പോൾ ആ പാർട്ട് വരുമ്പോൾ നമ്മുടെ കോളറും
അതുപോലെ തന്നെ നെക്കിന്റെ തുണിയും വലിയാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനനുസരിച്ച് വേണം അത് ചെയ്യാൻ. അതിനുശേഷം നമുക്ക് ഇതുപോലെ വരച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആ 3.25ന്റെ ഒരു മാർക്കിംഗ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു മുകളിലത്തെ വരയില്. അതൊക്കെ അതുപോലെ തന്നെ വേണം നിങ്ങൾ ചെയ്യാൻ. അപ്പൊ അതിന് ഇതുപോലെ യോജിപ്പിക്കുക. ഇതുപോലെ യോജിപ്പിച്ച് ഇതിന്റെ ഷേപ്പ് നിങ്ങൾ വരച്ചെടുക്കുക. ഇത് ഞാൻ നിങ്ങൾക്ക് മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ വരയ്ക്കുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കാണുക. ഞാൻ ബാക്കി ഇതിലൊന്നും പറയാനില്ല, കാരണം ഇത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. അപ്പോ ഒന്നുകൂടി അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കുക, ഞാൻ എങ്ങനെയാണ് ചെയ്യണത്, എങ്ങനെയാണ് മാർക്ക് ചെയ്യണത് എന്ന്. മൊബൈലിൽ കാണുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് മൊബൈലിൽ കാണുമ്പോൾ അത്ര ക്ലിയർ ആയിട്ട് കണ്ടു എന്ന് വരില്ല. അപ്പൊ നിങ്ങൾ കമ്പ്യൂട്ടറിലുള്ളവർക്കാണെങ്കിൽ ഇത് വലുതായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ മൊബൈലിൽ കാണുന്നവരാണെങ്കിലും സ്ക്രീൻ വൈഡ് സ്ക്രീനിൽ ഇട്ടിട്ട് കാണുക. അപ്പൊ ഇതുപോലെ നമ്മൾ ഷേപ്പ് വരച്ചത് ഇപ്പൊ 3/4 ഇഞ്ചാണ് ഞാൻ ഇതില് വീതി വെക്കണത്. അപ്പോ നിങ്ങൾ ഇതിന് 3/4 ഇഞ്ച് തന്നെ വെക്കേണ്ട ആവശ്യമുള്ളൂ. 3/4 ഇഞ്ച് തൊട്ട് 1 ഇഞ്ച് വരെ വെക്കാം. ഈ വീതി വെട്ടിയെടുത്തിട്ടാണ് നമ്മൾ ഇതിൽ ക്യാൻവാസ് ചെയ്യണത്. ഇനി ഇതുപോലെ ഇത് നോക്കുക നമ്മൾ കറക്റ്റ് ആയിട്ട്. ഇപ്പൊ ഞാനിവിടെ ഈ 3/4 ഇഞ്ചിന്റെ ആ ഫ്രീ ഹാൻഡ് ആയിട്ട് തന്നെയാണ് അത് വരച്ച് ചെയ്യണത്. അപ്പോൾ ആ മാർക്കിംഗ് ഒന്ന് ചെയ്യുക നിങ്ങൾ ഇതുപോലെ. അതിനുശേഷം ഇതുപോലെ വരയ്ക്കുക. ഇപ്പൊ നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത് ഫുൾ സൈസ് ആണിത്. ഇത് നെക്ക് ക്ലോസ് ആയി നിൽക്കുന്ന കോളറിന്റെ സൈസ് ആണിത്. ഇനി നിങ്ങൾക്ക് നെക്ക് കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള കോളർ ചെയ്യണമെങ്കിൽ ഇതിന്റെ താഴ്ഭാഗം മാത്രം വ്യത്യാസപ്പെടുത്തിയാൽ മതി. ഞാനിപ്പോ ഇതില് നമ്മൾ എടുത്തിട്ടുള്ള അളവുകളാണ് മാർക്ക് ചെയ്യണത്. 3.25. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ അവിടുത്തെ മാർക്കിംഗ് ആണ്, അതും ഒരു 3.25 തന്നെയാണ്. അത് കഴിഞ്ഞാൽ രണ്ടാമതുള്ള ആ ഡിസ്റ്റൻസും 3.25 ആണ്. എല്ലാം 3.25 ആണ്. ആ ചെറിയ ഒരു ഗ്യാപ്പ് കോളറിന്റെയും ആ ഫസ്റ്റ് ലൈനിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് 1/4 ഇഞ്ചാണ്. അത് നിങ്ങൾ എല്ലാത്തിലും വെക്കണം, മറക്കരുത്. നമുക്ക് ഇതിന്റെ ഈ ഭാഗം നമ്മൾ നല്ല ഒന്ന് ഷേപ്പായിട്ട് വരച്ചു കൊടുക്കപ്പോ ഇനി ഇത് നമുക്ക് ഈ ഫ്രണ്ട് സൈഡ് കുറച്ച് ഓപ്പൺ ആയിട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒരു ഇഞ്ച് 1.5 ഇഞ്ച് വരെ നമുക്ക് കയറ്റി വെച്ചിട്ട് ആ ഷേപ്പിന് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്രണ്ട് അത്രയും ഓപ്പൺ ആയിരിക്കുന്ന കോളർ ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഞാൻ 1 ഇഞ്ച് ഓപ്പൺ ആണ് വെച്ചിട്ടുള്ളത്. അപ്പോ അതുപോലെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഫുൾ ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഈ ഷേപ്പിലേക്ക് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഷേപ്പ് കിട്ടും. ഇതാണ് ഇതിന്റെ ഫുൾ സൈസും. അതുപോലെ തന്നെ നമ്മൾ 1 ഇഞ്ച് 2 ഇഞ്ചിന്റെ ഓപ്പണിംഗ് വരുന്ന സൈസും. അതിനുശേഷം ഇത് നമ്മൾ ഒന്ന് കറക്റ്റ് ആയിട്ട് അളന്ന് നോക്കിയത് ഇപ്പൊ നമുക്ക് ഒരു 9 ഇഞ്ച് ആ ഒരു സൈസ് കിട്ടും. പിന്നെ ഇത് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഷേപ്പ് എന്താണെന്ന് കറക്റ്റ് അറിയാം. ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ നെക്ക് കട്ട് ചെയ്യണത്. അപ്പൊ നോക്കുക, ഇതുപോലെ തന്നെ ഇതിന്റെ ഷേപ്പാണ് ഇതിന്റെ പ്രധാനം. അപ്പോൾ ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. സാധാരണ കോളറുകൾക്ക് നമുക്ക് ഈ ഷേപ്പ് കിട്ടില്ല, റൗണ്ട് ഷേപ്പ്. ഇത് നമുക്ക് ഈ ഷേപ്പ് കിട്ടുന്നതുകൊണ്ടാണ് ഇത് കഴുത്തിൽ പതിഞ്ഞിരിക്കും എന്ന് പറഞ്ഞത്. സാധാരണ നമ്മൾ കോളറുകൾ കഴുത്തിൽ പതിഞ്ഞിരിക്കല്ല ചെയ്യുക. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് കഴുത്തിൽ കറക്റ്റ് ആയിട്ട് പതിഞ്ഞിരിക്കുന്ന ഒരു കോളറാണ്. അപ്പൊ ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെട്ടി എടുക്കുക, നമ്മൾ പിൻ ചെയ്തിട്ട്.
ഇത് വെട്ടിയെടുത്തിട്ട് ഇത് നമ്മൾ ക്യാൻവാസിൽ വെച്ചിട്ട് ഇതിനെ കറക്റ്റ് ആയിട്ടുള്ള നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ട് തുണിയിൽ ഒട്ടിക്കുക. അപ്പൊ ഇത് നോക്കുക, നിങ്ങൾ ഇതുപോലെ നമ്മൾ വെട്ടിയെടുത്ത് ക്യാൻവാസിൽ ചെയ്യാത്. അപ്പൊ ഇതിന്റെ ബാക്കി തയ്ക്കുന്നതിന്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പൊ തയ്ക്കുന്നത് നമ്മൾ അതിന് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പൊ ഇത് ഞാൻ സൈസ് എങ്ങനെയാണ് ഇതിന് കറക്റ്റ് ചെയ്യണത്, നമുക്ക് ഡിഫറെന്റ് സൈസിൽ എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളതിനാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ തയ്ക്കുന്ന വീഡിയോയിൽ നിങ്ങൾ കാണുന്ന സൈസ് മീഡിയം ലാർജിനുള്ള സൈസാണ് ഞാൻ അതിൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് നെക്കിന്റെ ഡീപ്പും നെക്കിന്റെ വിഡ്ത്തും നിങ്ങൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യുക. കാരണം അതൊന്നും നമ്മൾ കണക്കൂട്ടി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് ഞാൻ അതിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അത് മാത്രമാണ് അതിൽ നിങ്ങൾക്ക് വ്യത്യാസപ്പെടുത്താൻ ഉള്ളൂ. ബാക്കി കോളറിന്റെ സൈസ് ഞാൻ അതിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ് നെക്കിന്റെ ഡെപ്തും നെക്കിന്റെ വിഡ്ത്തുമാണ് അതിൽ വ്യത്യാസപ്പെടുത്താനുള്ളത്. ഞാൻ ഇതില് അതിന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ മെസ്സേജ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.